അസ്സലാമു അലൈക്കും. അബ്ദുല്ല കാസർഗോഡാണ്. സഹോദരന്മാരെ, ഹജ്ജിന് പോയിട്ട് വരുന്ന സീസണാണ് ഇപ്പോൾ. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഒരു സംസം വെള്ളം കൊണ്ടുവന്നിട്ട് അതിൻ്റെ കസ്റ്റംസിന്ന് വലിച്ചെറിയുന്ന രംഗം കണ്ടുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മൾ വർഗീയപരമായ ചിന്താഗതിയിൽ ആരും ഇതിനെപ്പറ്റി ചിത്രീകരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇത് മതപരമായിട്ട് ആരെങ്കിലും നമ്മളോട് വിദ്വേഷപരമായിട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചെങ്കിൽ ഈ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, അത് പാലിക്കാതെ വരുന്നതാണ്. അപ്പം നമ്മളിത് വളരെ കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് സംസം വെള്ളം എന്ന് പറഞ്ഞാൽ. ആ വെള്ളത്തിന് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി അനുവദിച്ച രൂപത്തിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടക്കുന്നത് മനസ്സിലാക്കണം. ഏതായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. കണ്ടില്ലേ? അതായത് നമ്മളെ ലേഗേജിൽ നമ്മൾ അവിടെ നിന്ന് കണ്ട കുപ്പിയൊക്കെ പറക്കിയെടുത്തിട്ട് അതിൽ ഒരുപാട് സംസം വെള്ളം ഇങ്ങനെ ലേഗേജിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് അതിനുള്ള ബഹുമാനം കൊണ്ട് കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നമ്മളെ പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ അതിൽ ഒരുപാട് കൊണ്ട് ആണുങ്ങളങ്ങനെ കൊണ്ടുവരാറില്ല, പെണ്ണുങ്ങളാണ് കൂടുതൽ ഈ സംസം വെള്ളം കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവരുന്നത്. കാരണം ഞാനും ഉമ്മർക്ക് പോകാനാണ്, ഞങ്ങൾക്ക് ആ അനുഭവം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ അവരോട് എതിർത്തില്ല, കാരണം നമ്മൾ കൊണ്ടുവന്ന 5 ലിറ്റർ വെള്ളം തന്നെ മതിയെന്ന്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം വെച്ചെങ്കിൽ ഗവൺമെൻറ് അംഗീകരിച്ച വെള്ളം 5 ലിറ്റർ വെള്ളം കൊണ്ടുപോകും പാസ്പോർട്ട്. അത് കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് ഒരാൾക്ക് 50 മില്ലി കൊടുക്കുന്നതിന് 100 ആൾക്ക് 5 ലിറ്റർ വെള്ളം കൊടുക്കാൻ പറ്റും. കാരണം അത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ ഇത്രയും ബഹുമാനിക്കുന്ന ഒരു വെള്ളത്തിനെ നമ്മളാടുന്ന ഈ സംസം വെള്ളത്തിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടമാനം വാരിക്കെട്ടി കൊണ്ടുവന്നിട്ട് നിയമത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ കള്ളക്കടത്ത് പോലെ കൊണ്ടുവന്ന സാധനം എന്ന് പറഞ്ഞിട്ട് പറക്കിച്ചാടുന്ന ആ രംഗം നമ്മൾ കാണാനുണ്ട്. സാഹചര്യം ആരാണ് ആക്കുന്നുള്ളത്? നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇത് കാണുമ്പോൾ ചില ആൾ പറയും, കണ്ടോ ഓർ നമ്മൾ സംസം വെള്ളം വലിച്ചെറിഞ്ഞു എന്ന് പറയും. ഇത് ആരാണ് കാരണക്കാർ? മുസ്ലിംസ് തന്നെയാണ്. കാരണം ഇതിന് നിയമപരമായ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്താ അറിയോ, നമ്മൾ 5 ലിറ്റർ വെള്ളം കൊണ്ടിരുന്നത് വേറെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അവർ വെച്ചിട്ട് നമുക്ക് വേറെ തന്നെ നമുക്ക് തരുന്നുണ്ട്. അതുപോലെയല്ല, ഈ പെട്ടിയിൽ നമ്മൾ കണ്ട കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് ലേഗേജിൽ കൊണ്ടുവരുമ്പോൾ ഇതിൽ വേറെ പ്രശ്നമെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റിൽ ഒരു 10, 300, 400 ആളുകളുണ്ടാവും. ഇതിന് ഒന്നാമത്തെ നിയമവശങ്ങൾ പ്രശ്നം എന്ന് വെച്ചാൽ ആ ജനങ്ങളെ സുരക്ഷിതമായിട്ട് അപകടം കൂടാതെ കണ്ട് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തിക്കുക ഇവിടുന്ന് അങ്ങോട്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ആ സുരക്ഷിതമായിട്ട് എത്തിക്കേണ്ട ആ ഒരു നിയമം നിലനിൽക്കുമ്പോൾ നമ്മൾ ഈ കണ്ട കുപ്പിയിലൊക്കെ വെള്ളം നിറച്ചിട്ട് പെട്ടിയിൽ കൊണ്ടുവരുമ്പോൾ ഇതെന്ത് സംഭവിക്കുമെന്ന് അറിയുമോ? നമ്മളെ ലേഗേജ് ഇവരെന്താക്കാന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നമ്മൾക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്കൊന്നും വെക്കുകയും ചെയ്യില്ല. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ വലിച്ച് എറിഞ്ഞിട്ടാണ് ലാസ്റ്റ് തന്നെ അട്ടിയാക്കിയിട്ടുണ്ട് പ്ലെയിൻ്റെ അകത്ത് വെക്കുന്നത്. ആ വെക്കുന്ന സമയത്ത് ഇത് എറിഞ്ഞിട്ട് പൊട്ടുമ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ കുപ്പി പൊട്ടിപ്പോയാലോ? അത് വെള്ളം ലീക്കായിട്ട് ഫ്ലെയിൻ്റെ അകത്താൻ പറ്റി എവിടെയെങ്കിലും അത് പടർന്നിട്ട് ഇങ്ങനെ പോയി ഇന്ന് വെച്ചോ നമ്മൾ. എന്നാലോ എന്താ സംഭവിക്കുക? ഫ്ലെയിന് അതിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിനനുസരിച്ചുള്ള ഗ്യാരണ്ടി ഉണ്ടാക്കിയിട്ടാണ് ആ ഫ്ലെയിൻ ഓടുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ ഓടുന്ന ഫ്ലെയിനിന് എവിടെയെങ്കിലും ഏതെങ്കിലും കാരണവശാൽ ലെവലേഴ്സും ഈ വെള്ളത്തിൻ്റെ കാരണത്തിൽ വെള്ളം കൊണ്ടിട്ട് ഷോർട്ടാൻ പറ്റിയായിട്ട് ഫ്ലെയിൻ എന്തെങ്കിലും ഈ ആകാശത്ത് വരുമ്പം സംഭവിച്ചു പോയാൽ ഇതൊക്കെ തകർന്നിട്ട് അതിലുള്ള ജനങ്ങളെല്ലാം മരിച്ചു പോയാൽ ആരും ഉത്തരം പറയും? അപ്പോൾ ഇങ്ങനത്തെ നിയമവശങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ ഈ ഹജ്ജിന് പോകുന്ന ആളും ഉംറക്ക് പോകുന്ന ആളും പ്രത്യേകിച്ച് മനസ്സിലാക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിപ്പോൾ ഈ രംഗം കാണുമ്പോൾ ആർക്കും മനസ്സിനൊരു വേദന വരുന്നു. ഈ പറഞ്ഞ് എനിക്ക് മനസ്സിന് വേദന വന്നില്ല ഇത് കാണുമ്പോൾ തന്നെ. പക്ഷേ യഥാർത്ഥത്തിൽ നിയമവശങ്ങൾ നോക്കുമ്പോഴോ മറ്റൊന്നെങ്കിലോ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ഈ സംസം വെള്ളം. അത്രയും നമ്മൾ ബഹുമാനിക്കുക ആദരിക്കുകയും ചെയ്യുന്നൊരു സംഭവമാണത്. അതിനെ മറ്റുള്ളവർക്ക് ഒരു നിലയും വിലയില്ലാതെ കണ്ട് അതിനെ വലിച്ചെറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. എന്നിട്ട് നമ്മൾ നാളെ എന്ത് പറയും? കണ്ടില്ലേ അവർ ഹജ്ജിന് പോയിട്ട് വരുന്ന സമയത്ത് നമ്മളെ വെള്ളം വലിച്ചെറിഞ്ഞെന്ന് അറിയും. യഥാർത്ഥത്തിൽ ഹജ്ജിനും ഉമ്മർക്കൊക്കെ പോകുന്ന ഉമ്മപങ്കന്മാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ആണുങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പെണ്ണുങ്ങൾക്കാണ് ഇതിനോട് ഭയങ്കര താല്പര്യം.
പെണ്ണുങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ കാര്യത്തിൽ ഒരുപാട് ആവേശം ജാസ്തി. പക്ഷേ പ്രവർത്തനത്തിനൊന്നും ഉണ്ടാവില്ല, ഭയങ്കര ആവേശം കാണിക്കും. മതത്തിൻ്റെ ചിട്ടകളൊക്കെ തുടരാനും പിന്തുടരാനും ചെയ്യാനും, പിന്നെ സലാത്തും വാർഷികവും അതും ഇതും, പിന്നെ എന്ത് ഓരോ പരിപാടി കാണുന്നില്ല. ഇപ്പോൾ ഓരോ പരിപാടി നടക്കുന്നതെല്ലാം കാണിക്കുന്നത് ഉത്സാഹമല്ലോ. ഈ ഉത്സാഹത്തിനനുസരിച്ച് ജീവിക്കണമെന്നില്ല. ഈ ഉത്സാഹം കാണിക്കും തോറും തെറ്റിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ ഇത് പറഞ്ഞു വരുന്നത് വെച്ചെങ്കിൽ ഇതിപ്പോൾ ഞാൻ ആരെങ്കിലും പരീക്ഷിക്കാനും വേണ്ടിയൊന്നും പറഞ്ഞതൊന്നുമല്ല. ഇത് നമ്മൾ ചിന്തിക്കാതെ നിയമവശങ്ങളെ മനസ്സിലാക്കാതെ കണ്ട് ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്രയും കൂടുതൽ ആദരിക്കും ബഹുമാനിക്കുന്ന ആ സംസം വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇങ്ങനെ വലിച്ചെറിയുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് വർഗീയ ചിന്താഗതി പോലും ഉണ്ടാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ശരിയല്ലല്ലോ. നമ്മളത് വർഗീയ ചിന്താഗതി അതിന് കാണിക്കാൻ പാടില്ല. കാരണം നിയമവശങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. കാരണം ഈ പ്ലാനിലുള്ള 300-400 മനുഷ്യന്മാരുടെ ജീവനോടെ ഇവിടെ എത്തിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പോൾ അവരതിനുള്ള ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ട്, ഒരു നിയമഭാഷകൾ വെച്ചിട്ടുണ്ട് സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്. അത് പാലിക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ. ഫ്ലൈൻ്റെ അകത്തുനിന്ന് അങ്ങോട്ട് കൂടെ നടക്കാൻ പോലും പാടില്ല. ഫ്ലൈൻ ഓടുന്ന സമയത്ത് ഞാൻ ഉമ്മർക്ക് പോയിരുന്നു. ആ സമയത്തേക്ക് ഞാൻ ഫ്ലൈൻ്റെ അകത്ത് നടക്കുക. ഇയാൾ അപ്പം കക്കൂസിൽ പോകുന്നു, അപ്പം കക്കൂസിൽ പോകാന്ന്. ഇതെന്ത് ഇത് വീടിൻ്റെ അകത്തുള്ളത്. അപ്പം അങ്ങനെയല്ല, ചിന്തിക്കാതെ കണ്ട് പലതും ചെയ്യുന്ന ആളുകൾ. അത് എൻ്റെ അനുഭവത്തിലുള്ള ഞാൻ പറഞ്ഞു 7 സംഘം നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു. നീ ഇപ്പോൾ ഫ്ലൈൻ വിട്ടിട്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീ 2 പ്രാവശ്യം കക്കൂസിൽ പോയല്ലോ. ഇതെന്ത് ഇത് വീടാൻ പറ്റിയ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കല്ല എന്നല്ല അവർ പറയുന്നുള്ളത്. പിന്നെ നിങ്ങൾ അടങ്ങി നിൽക്കാത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മർക്ക് ഈ പ്രാവശ്യം ഉമ്മർക്ക് പോയ സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പോരായ്മകൾ നമ്മളതിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഉമ്രക്കും ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിയമപരമായ കാര്യങ്ങൾ. അത് ഹജ്ജിന് പോവുക, ഹജ്ജിന് പോയിട്ട് ഉമ്രക്ക് പോവുക, അതുപോലെ ഉമ്രക്ക് പോയാലും ഹജ്ജിന് പോയാലും ഇസ്ലാമിന് ചട്ടക്കൂട്ടിൽ പോവുക, അത് ചെയ്തിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് വരാം എന്നല്ലാതെ കണ്ട് വേറെ എന്തെങ്കിലും കൊണ്ടുവന്നു എൻ്റെ ഇത് ചിലപ്പോൾ പൊന്നു കൊണ്ടുവന്നു പറഞ്ഞാലേ. കാരണം എന്തുകൊണ്ട് പറയാനെന്തുകൊണ്ട് നമ്മൾ പൊന്നു കൊണ്ടുവരാനാണ് പോകുന്നത്? അല്ല, അങ്ങനത്തെ ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയിപ്പിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം ആരെങ്കിലും ഇപ്പോൾ കണ്ടിട്ട് ചില ആൾ പറയും ഇപ്പം ഇതേ ഈ ഒരുപാട് വീഡിയോ കാണുന്ന കുറേ മുസ്ലിംസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഇപ്പം ഞാൻ പറഞ്ഞത് എന്ത് പറയും? ഓന് സംസം വെള്ളത്തിൽ വിശ്വാസമില്ല, ഓന് മുജാഹിദ്. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഓൻ മുജാഹിദ്, ഓന് മറ്റേ അബൂ ജാഹിദ് എന്നെല്ലാം പറയും. ഏതാണ് ഓൻ്റെ എല്ലാം അറിവ്. ഏതായാലും നമുക്ക് അവരോട് സാധാരണ ഉള്ളൂ. കാരണം ഓരോന്ന് കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാൻ വേണ്ടി നിൽക്കുന്ന ആളല്ല. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് മറ്റുള്ളവരെ വികൃതമാക്കാൻ വേണ്ടി നടക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് ഓരോ തിരിയാവുന്ന ഒന്നും തിരിയാനല്ലോ, പട്ടം തിരിയും ലാസ്റ്റ്. അതേ നമുക്ക് പറയാനുള്ളൂ. അപ്പം ഇതെല്ലാവരും ഇത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ തെറ്റുമ്പോൾ ക്ഷമിക്കണം. എല്ലാവരും ഇതെല്ലാവരും ഷെയർ ചെയ്യുക. കാരണം മുസ്ലിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് ഇത്. അത് അറിഞ്ഞിരിക്കില്ലല്ലോ എന്നല്ലാതെ കണ്ട് നാളെ ചിലപ്പം പറയും കണ്ട ഹിന്ദുക്കൾ കുപ്പി എടുത്തിട്ട് എറിഞ്ഞ് നമ്മളെ സംസം വെള്ളത്തിന് അപമാനിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ സാഹചര്യം ഉണ്ടാവും. ഇതിനൊക്കെ കാരണക്കാർ ഞമ്മായി തീരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ നിയമവശങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അതിൻ്റെ ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് പോയി വരികയും ചെയ്യുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം നല്ലത്. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റുവിട്ടുണ്ടോ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും ഇതാത്തിലാക്കട്ടെ. ജയ് ഹിന്ദ്.